നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കണ്ടെത്തിയാണ് വധശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ച കോടതി പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളെല്ലാം തള്ളി. 20 ലക്ഷം രൂപയും പിഴയും ഒടുക്കണം. ഇത് മരണപ്പെട്ട സുധാകരന്റെ മകളായ അതുല്യയ്ക്കും അഖിലയ്ക്കും നൽകണമെന്നും കോടതി വിധിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് വിധി പ്രസ്താവിച്ചത്. പ്രതി സമൂഹത്തിന് ഭീഷണിയാണെന്നും മാനസാന്തരത്തിന് സാധ്യതയില്ലെന്നും കോടതി കണ്ടെത്തി. പ്രതിക്ക് കൊലപാതകങ്ങൾക്ക് ശേഷവും കുറ്റബോധമില്ല. പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റകൃത്യം നടത്താൻ സാധ്യതയുണ്ട്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാണ് പ്രതി വീണ്ടും കുറ്റകൃത്യം നടത്തിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2025 ജനുവരി 27-നാണ് തിരുത്തുംപാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019 ഓഗസ്റ്റ് 31-ന് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടയിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇരട്ട കൊലപാതകം നടത്തിയത്. പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാറും പ്രതിക്കുവേണ്ടി ജേക്കബ് മാത്യുവും ഹാജരായി. ചെന്താമരയുടെ ഭാര്യയും മകളും ഉപേക്ഷിച്ചു പോകാൻ കാരണം സജിതയാണെന്ന വിശ്വാസത്തിൽ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൂടാതെ അന്ധവിശ്വാസവും കൊലപാതകത്തിന് പ്രേരണയായി. ശിക്ഷ സംബന്ധിച്ച പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ സംബന്ധിച്ചുള്ള നിയമസഹായവേദിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ടിലും വാദം നടന്നിരുന്നു. തുടർന്നാണ് ശിക്ഷാവിധി ഇന്നത്തേക്ക് മാറ്റിയത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.